നമ്മളെങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കാറ്? കാറ്റ്, വെള്ളം, സൂര്യപ്രകാശം ഇവയിൽ നിന്നൊക്കെ ഇപ്പോൾ നിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലേ. പക്ഷേ ഇനി മൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് പാലക്കാട് IIT നടത്തിയിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീണ ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരീക്ഷണം നടത്തിയത്. വൈദ്യുതി മാത്രമല്ല, വൈദ്യുതിക്ക് പുറമെ ജൈവവളവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് ഗവേഷക സംഘം പറയുന്നു. പാലക്കാട് IIT-യിലെ ഗവേഷക സംഘമാണ് നിർണായകമായ കണ്ടുപിടുത്തം നടത്തിയത്. മഗ്നീഷ്യം എയർ ഫ്യൂവൽ സെല്ലിന്റെ സഹായത്തോടെയാണ് പരീക്ഷണം. ഒരേ സമയം വൈദ്യുതിയും ജൈവവളവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകും. 5 ലിറ്റർ മൂത്രത്തിൽ നിന്നും 500 മില്ലി വാട്ട് വൈദ്യുതിയും ഓരോ 48 മണിക്കൂറിലും 10 ഗ്രാം വളവും ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് കണ്ടെത്തൽ. ഈ വൈദ്യുതി ഉപയോഗിച്ച് LED ലാമ്പുകൾ പ്രകാശിപ്പിക്കാനും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും കഴിയും. എങ്ങനെ യൂറിനെ ശുദ്ധീകരിച്ച് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും, അതുപോലെ ഈ ഫെർട്ടിലൈസർ നമുക്ക് സോളിഡ് ഫോമിൽ ഉണ്ടാക്കാൻ പറ്റും. സോ ഈ ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. യൂറിൻ ഒരു സെല്ലിലോട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്തെങ്കിലും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് മൂലമാണ് ഈ ഫെർട്ടിലൈസർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നിലവിൽ കന്നുകാലികളുടെ മൂത്രമാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചിരുന്നത്. മനുഷ്യമൂത്രത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദനം സാധ്യമാണെന്ന് ഗവേഷക സംഘം പറയുന്നു. ഇതിനോടകം നിരവധി ചാനലുകളിൽ ഈ ഗവേഷണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിലുള്ള സയൻസ് ഫോർ ഇക്വിറ്റി എംപവർമെന്റ് വിഭാഗം പദ്ധതിക്ക് വേണ്ട ധനസഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1 പാലക്കാട്.